എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. 1997 ഞാൻ കുമ്പനാട് PG പഠിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KC തോമസ് IPC കേരള സ്റ്റേറ്റ് ഇവാഞ്ചലിസം ബോർഡിൻ്റെ ചെയർമാനായിരുന്നു. അന്ന് കേരള സ്റ്റേറ്റ് ഇവാഞ്ചലിസം ബോർഡിന് ഒരു ടെമ്പോ ട്രാവൽ ഒരു ദൈവദാസൻ നൽകാനിടയായി. കേരളം മുഴുവൻ സുവിശേഷം അറിയിക്കുവാൻ. അതിൻ്റെ പേര് ഇവാഞ്ചൽ എന്നായിരുന്നു. പാസ്റ്റർ KC തോമസ് ആ ടീമിൻ്റെ ലീഡറായിട്ട് എന്നെയാണ് തിരഞ്ഞെടുത്തത്. എൻ്റെ മാതൃസഭ പെരിന്തൽമണ്ണയ്ക്കടുത്ത് അങ്ങാടിപ്പുറം ശാലയും ചർച്ചാണ്. ചെറിയ പ്രായം മുതൽ പരസ്യോഗം എന്ന് പറയുന്നത് ഞങ്ങളുടെ സിരകളിൽ തീ കത്തിക്കുന്ന ഒരു അനുഭവമാണ്. ഞങ്ങളുടെ സഭയിൽ PYP നടക്കുമ്പോൾ PYPയിൽ ഒരു പ്രോഗ്രാം കൂടിയായിരുന്നു പരസ്യോഗം എന്ന് പറഞ്ഞാൽ പുറത്തെങ്ങനെ പരസ്യോഗം നടത്തുമെന്നുള്ളത് ചർച്ചിൽ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ അവതരിപ്പിക്കുമായിരുന്നു. എൻ്റെ പിതാവിൻ്റെ സഹോദരന്മാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഈ പരസ്യോഗത്തിൽ അന്ന് മുതൽ വളരെ ആക്റ്റീവാണ്. അതുകൊണ്ട് പാസ്റ്റർ KC തോമസ് എന്നെ ഇതിൻ്റെ ലീഡറായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ആ വർഷമാണ് എൻ്റെ വിവാഹം നടന്നത്. എന്നാൽ വൈഫിന് സമാജ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരുന്നു താല്പര്യം. ചുരുക്കി പറഞ്ഞാൽ ആഗ്രഹം അതിൻ്റെ പൂർത്തീകരണത്തിലെത്തിയില്ല. എനിക്ക് കേരളം മുഴുവൻ അന്ന് സഞ്ചരിക്കാനിട കഴിഞ്ഞില്ല. പിന്നീട് അതിന് അവസരം ലഭിച്ചു. അന്ന് മുതൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, അന്ന് നടക്കാതെ പോയത് വീണ്ടും എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അത് നടത്തണമെന്ന്. അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. സെൻട്രലിലെ ദൈവമക്കളോട് കർത്തൃദാസന്മാരോട് പറയുവാനിടയായി. ചില ആഴ്ചകൾക്ക് മുമ്പ് പഞ്ചാബിൽ അതിനുവേണ്ടി പോയി. അവിടെ ലഭിച്ചില്ല. ഡൽഹിയിൽ കടന്നു ചെന്നു. വാഹനം ലഭിച്ചു. ആ വാഹനവുമായിട്ട് ഇവിടെ വരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകി. ഇന്ന് പാസ്റ്റർ KC തോമസ് തന്നെ ആ വാഹനം പ്രാർത്ഥിച്ച് സമർപ്പിക്കുകയാണ്. അന്നത്തെ ആ വാഹനത്തിൻ്റെ പേര് ഇവാഞ്ചൽ എന്നായിരുന്നു. 30 കൊല്ലങ്ങൾക്ക് ശേഷം എനിക്ക് ആ വാഹനത്തിന് ഇവാഞ്ചൽ എന്ന് പേരിട്ട് അന്ന് നടക്കാതെ പോയ ആ ദൈവിക പദ്ധതി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നടത്താനായിട്ട് ദൈവം നിയോഗം നൽകിയിരിക്കുകയാണ്. പത്രോസിൻ്റെ പടക് സുവിശേഷത്തിന് വിട്ടുകൊടുത്തതുപോലെ ഈ വാഹനം സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപയോഗിക്കാം. ഇവിടെ മുറ്റത്ത് കൺവെൻഷൻ ആരംഭിച്ചു. എന്നാൽ ദൈവം എന്നോട് പറഞ്ഞു, നിൻ്റെ ബൗണ്ടറി വിശാലമാക്കുക. അപ്പോൾ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ സെൻറ്ററിൽ സുവിശേഷ പ്രവർത്തന താല്പര്യമുള്ള എല്ലാ കർത്തൃദാസന്മാരും ദൈവമക്കളും ഈ പ്രയത്നത്തിൽ, ഈ പ്രേക്ഷിത പ്രയാണത്തിൽ നിങ്ങൾ ഞങ്ങളോട് കൂടെ ഉണ്ടാകണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി ഉള്ള ഈ പ്രയാണത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ചെറിയൊരു കാര്യമല്ല. കാരണം ഒരുപാട് മേഖലകളിൽ പ്രതികൂലത്തിൻ്റെ ശരങ്ങൾ എൻ്റെ നേരെ പാഞ്ഞു വരുന്നു. എന്നാൽ ഇവിടെയൊന്നും ഇടറിപ്പോകാതെ കേരളം മുഴുവൻ മഹത്വാനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള വചനം കേൾക്കുവാൻ ദൈവമായ കർത്താവ് സാഹചര്യങ്ങളെ നൽകേണ്ടതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുകയാണ്. പാസ്റ്റർ KC തോമസ് 30 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നെ ലീഡറായിട്ട് തിരഞ്ഞെടുത്തു. അന്ന് നടക്കാതെ പോയി. അതേ കർത്തൃദാസൻ, അതേ പേരിലുള്ള, അന്ന് 11 പേർക്ക് കയറാവുന്ന വാഹനമായിരുന്നു. എന്നാൽ 18 പേർക്ക് കയറാവുന്ന ഒരു ടെമ്പോ ട്രാവൽ ദൈവം നമുക്ക് നൽകാനായിട്ടിടയായി. പ്രിയ കർത്തൃദാസൻ പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇപ്പോൾ പ്രിയപ്പെട്ടവർ ഒരു ഗാനം ആലപിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ദൈവത്തിന് എഴുന്നേറ്റ് നിൽക്കാം. ഈ നടുക്കുള്ളവരെ കുറച്ചങ്ങോട്ടൊന്ന് മാറണം. ഈ ചെയർ, ഈ സ്റ്റാൻഡിരിക്കുന്നവരെ ആ ചെയർ ഒന്ന് സൈഡിലേക്കൊന്ന് മാറ്റണം. കർത്തൃദാസന്മാർ 1-2 പേരൊന്ന് സഹായിച്ചാട്ട് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ വലങ്കരം ആ വാഹനത്തിൽ വെച്ച് ബ്ലസ് ചെയ്യണം. കർത്തൃദാസന്മാരും ബ്ലസ് ചെയ്യണം. നിങ്ങളുടെ മേലുള്ള അനുഗ്രഹം ഈ പ്രയാണത്തിൽ ഞങ്ങൾക്കൊരു പ്രചോദനമാണ്, മോട്ടിവേഷനാണ്. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ചേർന്ന് പാടാം. മഹത്വത്തിൻ രാജൻ എഴുന്നള്ളുന്നു, കൊയ്ത്തിന്റെ അധിപനവൻ.
ആർപ്പിന്നാദമുയരുന്നിതാ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വത്തിൻ രാജൻ എഴുന്നള്ളുന്നു, കൊയ്ത്തിന്റെ അധിപനവൻ. പോയിടാം വൻകൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിടാം ഈ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. പോയിടാം വൻകൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിടാം ഈ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. ഇരുളേറുന്നു പാരിടത്തിൽ ഇനി നാളധികം, ഇത്തിരി വെട്ടം പകർന്നിടാൻ എന്നെ അയക്കണമേ. ഇരുളേറുന്നു പാരിടത്തിൽ ഇനി നാളധികം, ഇത്തിരി വെട്ടം പകർന്നിടാൻ എന്നെ അയക്കണമേ. പോയിടാം കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിടാം ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. പോയിടാം കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിടാം ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. ഒരു നാളിൻ സന്നിധിയിൽ വരുമേ അന്നടിയാൻ, ഒഴിഞ്ഞ കൈകളുമായി നിൽപ്പാൻ ഇടയായി തീരരുതേ. ഒരു നാളിന്റെ സന്നിധിയിൽ വരുമേ അന്നടിയാൻ, ഒഴിഞ്ഞ കൈകളുമായി നിൽപ്പാൻ ഇടയായി തീരരുതേ. പോയിടാം കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിടാം ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. പോയിടാം കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിടാം ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. Praise the Lord. ഇത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ കൺവെൻഷൻ വന്നപ്പോൾ ഇങ്ങനെ ഒരു ശുശ്രൂഷയോടെ ചെയ്യാൻ ഇടയായതിൽ ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദൗത്യം യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കുക എന്നുള്ള ദൗത്യമാണ്. സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. സഭയിലെ ഓരോ വിശ്വാസികളെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യമാണ്. പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച എല്ലാവരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് സുവിശേഷത്തിൻ്റെ സാക്ഷികളായി നിൽക്കണം. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു വേർതിരിച്ച എല്ലാവരെയും കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നവരായി നിൽക്കണം. ആ വലിയ ദൗത്യം ഏറ്റെടുക്കുവാൻ കഴിഞ്ഞ 20 നൂറ്റാണ്ടുകൾ ഭൂമിയിൽ ആളുകൾ ഉണ്ടായിരുന്ന കൊണ്ടാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് സഭകൾ, 10,000-കണക്കിന് സഭകൾ ഇന്ന് ലോകത്തിൽ സ്ഥാപിതമായി തീരുവാനിടയായത്. ഈ വലിയ ദൗത്യം ഏറ്റെടുക്കാനുള്ള വലിയ ദർശനവും വലിയ സമർപ്പണവും ഞാൻ വളരെ സ്നേഹിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ M.A. തോമസിന് തൻ്റെ കുടുംബത്തിനും ദൈവം നൽകിയതിൽ ഞാൻ വളരെ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ IPC കേരള സ്റ്റേറ്റിൻ്റെ വാദ്യസ്ഥ ബോർഡിന് 6 വർഷം നേതൃത്വം കൊടുക്കുവാൻ ഇടയായി. പല സന്ദർഭങ്ങളിൽ ഞങ്ങൾ വാടകയ്ക്ക് വാഹനമെടുത്ത് കേരളത്തിലെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദൈവദാസൻ വാഞ്ചലിസം ബോർഡിന് വാഹനം നൽകാം എന്നുള്ള വാഗ്ദത്തമായി വന്നു.
അദ്ദേഹം വാങ്ങിച്ചു തന്നു. ആ വാഹനത്തെ ഇതുപോലെ കുമ്പനാട് കൺവെൻഷൻ കഴിഞ്ഞ് പന്തൽ കയറ്റിയിട്ട് അവിടെയുള്ള ദേവദാസന്മാരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് പ്രതിഷ്ഠിക്കുവാനിടയായി തീർന്നു. എന്നാൽ സാങ്കേതികമായ ചില കാരണങ്ങളാൽ ആ വാഹനം ചില നാളുകൾ കഴിഞ്ഞപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു. വലിയ ദുഃഖമായിരുന്നു ആ വാഹനം നഷ്ടപ്പെട്ടത്. ഇപ്പം ദേവദാസൻ പറഞ്ഞ പോലെ ഈ ഇങ്ങനെയുള്ള സൂക്ഷിക്കെതിരായി വലിയ പോരാട്ടമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിരുന്നു അത്. നല്ല ദർശനത്തോടെ ആ വാഹനം നമുക്ക് ലഭിച്ചു എങ്കിലും അത് നഷ്ടപ്പെടാനിടയായി. എന്നാൽ ഇപ്പോൾ അന്ന് ഇവാഞ്ചലിസ്റ്റ് ടീമിൻ്റെ ലീഡറായിട്ട് കർത്താവിൻ്റെ ദാസനെ നിയോഗിക്കാൻ അന്ന് പി ജിയുടെ ഒരു അധ്യാപകനായിരുന്നു എനിക്ക് ഒരു നിയോഗമുണ്ടായി. ആ നിലയിലാണ് അദ്ദേഹത്തെ ആ ചുമതല ഏൽപ്പിച്ചത്. എന്നാൽ ആ ദൗത്യം ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ പൂർത്തീകരിക്കാൻ കഴിയാത്തതിൽ പ്രയാസഭാരം ഉണ്ടായെങ്കിലും 30 വർഷം കഴിഞ്ഞാണെങ്കിലും ആ ദൗത്യത്തിന് പൂർത്തീകരണത്തിന് വേണ്ടി അതേ ദൈവദാസനെ ദൈവം അതിനു വേണ്ടി നിയോഗിച്ചതോർത്ത് നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ വാഹനം ദൈവത്തിന് നാമത്തിന് മഹത്വമായി തീരട്ടെ. പൗലോസ് പറഞ്ഞു തനിക്ക് ലഭിച്ച വലിയ ശുശ്രൂഷ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന ശുശ്രൂഷ, ഓടി ഓടി സാക്ഷ്യം വഹിക്കുന്ന ശുശ്രൂഷ തികയ്ക്കണം എന്നുള്ള വലിയ കാഴ്ചപ്പാട് തൻ്റെ ഹൃദയത്തിലുണ്ടായി. യഹൂദന്മാരുടെ മുമ്പിൽ, ജാതികളുടെ മുമ്പിൽ, ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ എല്ലാം, ആ രാജാക്കന്മാരുടെ മുമ്പിലെല്ലാം സുവിശേഷം അറിയിക്കാൻ യേശുവിന്റെ നാമത്തെ വഹിക്കുന്ന ഒരു പാത്രമാക്കി പൗലോസിനെ ദൈവം ഉപയോഗിച്ച പോലെ ഇവാഞ്ചൽ എന്ന ഈ വാഹനത്തെ സകലജാതി മതസ്ഥരുടെ നടുവിൽ യേശുക്രിസ്തുവിന്റെ രക്ഷകനായി യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുന്ന ഒരു വാഹനമാക്കി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ വാഹനത്തെ അനുഗ്രഹിച്ച് സമർപ്പിച്ച് ഞാനിവിടെ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, സുവിശേഷ ദൗത്യം അവിടുന്ന് ഞങ്ങളെ ഫലമേൽപ്പിച്ചു. പലപ്പോഴും അതിനെതിരായി ശക്തമായ പോരുകളും പോരാട്ടങ്ങളും ഉള്ളതുകൊണ്ട് പലപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ആ ദൗത്യം പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ ഞങ്ങൾ നിരാശരും ദുഃഖിതരുമായി തീർന്ന സമയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എങ്കിലും കർത്താവേ, ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന മഹാത്ഭുതങ്ങളെ ഓർത്ത് ഞങ്ങളൊക്കെ സ്തോത്രം ചെയ്യുന്നു. 30 വർഷത്തിന് മുമ്പ് കർത്താവ് പാസ്റ്റർ തോമസിനെ ഒരു വലിയ ദൗത്യം ഏൽപ്പിക്കുകയാണെന്ന് നിയോഗം എളിയവന് പരിശുദ്ധാത്മാവ് നൽകി. ആ നിയോഗം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി 30 വർഷത്തിന് ശേഷം അതേ കർത്താവിൻ്റെ ദാസനെ തന്നെ ഇന്ന് അവിടുന്ന് നിയോഗിച്ചതോർത്ത് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇങ്ങനെ വലിയൊരു ദർശനവും വലിയൊരു സമർപ്പണവും ദൈവദാസന് നൽകിയതോർത്ത്, തൻ്റെ കുടുംബത്തിന് നൽകിയതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ഹൃദയത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കാസർഗോഡ് മുതൽ പാറശാല വരെ കർത്താവേ അനേക സന്ദർഭങ്ങളിൽ സുവിശേഷമായി സഞ്ചരിക്കുവാനും സുവിശേഷം അറിയിക്കുവാനും അനേകരെ യേശുക്രിസ്തുവിലേക്ക് നയിക്കുവാനും ഈ വാഹനത്തിൽ കൂടെ ചെയ്യുന്ന സുവിശേഷ പ്രവർത്തനം മൂലം ദൈവയിടയാക്കണമേ. ദൈവപ്രതിമയായ യേശുവിൻ്റെ തേജസ്സിൻ്റെ സുവിശേഷം പ്രകാശിക്കാതിരിക്കത്തക്കോണം ഈ ലോകത്തിൻ്റെ ദൈവത്തിൻ്റെ പോരുകളുണ്ട്, പോരാട്ടങ്ങളുണ്ട്, മനസ്സുകളെ കുരുടാക്കുന്ന ശക്തികളുണ്ട്. എന്നാൽ അതിന്മേലെല്ലാം സ്വർഗത്തിലും ഭൂമിയിലും സകലധികാരമുള്ള യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയം പ്രഖ്യാപിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ജയാളിയായിരിക്കാൻ കർത്താവേ, ഇവിടുത്തെ സാന്നിധ്യം ഈ വാഹനത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ. മുൻപിലും പിൻപിലും ഇടത്തും വലത്തും മീതയും കീഴെയെല്ലാം ദൈവിക സംരക്ഷണം ഈ വാഹനത്തിൽ സഞ്ചരിക്കുന്നവർക്കും ഉണ്ടായിരിക്കണമേ. വാഹനത്തിൻ്റെ സകല ചലനങ്ങളെയും സ്വർഗത്തിലെ ദൈവം നിയന്ത്രിച്ചു കൊള്ളണമേ. അനർത്ഥങ്ങളോ ആപത്തുകളോ അപകടങ്ങളോ യാത്രയിൽ ഉണ്ടാകുവാൻ അനുവദിക്കരുതേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വാഹന നിമിത്തം ആർക്കും അപകടം ഉണ്ടാകരുത്. മറ്റു വാഹനങ്ങൾ നിമിത്തം ഈ വാഹനത്തിന് അപകടം ഉണ്ടാകരുത്. സാരത്തെ ശക്തിയേറി വരുത്താൻ ഭരിച്ചു നടത്തുന്ന ദൈവത്തിൻ്റെ നിയന്ത്രണവും സൂക്ഷിപ്പും എപ്പോഴും
ഈ വാഹനത്തിനുണ്ടായിരിക്കണമേ. യേശുവിന്റെ രക്തത്തിന് മുദ്ര ഈ വാഹനത്തിന്മേൽ ഉണ്ടായിരിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഈ വാഹനത്തിന്മേൽ ഉണ്ടായിരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജയം കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് സഞ്ചരിക്കുന്നവരെ ദൈവം പ്രത്യേകം കാത്തു സൂക്ഷിക്കണമേ. ഇത് ഓടിക്കുന്നവരെ കാത്തു സൂക്ഷിക്കണമേ. കേരളത്തിൻ്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെ ഒരു പ്രാവശ്യമല്ല കർത്താവിന് വരുന്ന ആവശ്യമെങ്കിൽ അനേക സന്ദർഭങ്ങളിൽ സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ച് ഭൂലോകത്തേക്കാൾ സർവ്വലോകത്തേക്കാൾ വരെയുള്ള ആയിരങ്ങളെ പതിനായിരങ്ങളെ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയിലേക്ക് നയിക്കുവാൻ നിന്റെ മക്കളെ അഭിഷേകത്തോട് ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എതിരുകളോ പോരുകളോ പോരാട്ടങ്ങളോ ഒന്നും പ്രവർത്തന സ്വരങ്ങൾ ഉണ്ടാകാതെ സർവശക്തന്റെ നിയന്ത്രണം എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ വാഹനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, സമർപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. സകല മഹത്വവും അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഇതിനെ താക്കോൽ ദൈവദാസനെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.